ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് ഇഷുവിൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. രാവിലെ തന്നെ ഇഷൂട്ടിന് ഇതാ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9:30 ആയിട്ടുണ്ടാവും. ആളൊരു ഉറക്കപ്പിച്ച് കിടക്കുക. അപ്പോൾ തന്നെ അമ്മ വന്നു കേട്ടോ. അമ്മ വന്ന് അവനോട് കുറേ കഥകളും പാട്ടൊക്കെ പാടിയും പറഞ്ഞും ആളോട് ഇന്ന് വാക്സിനേഷൻ്റെ കാര്യം കേട്ടോ അമ്മ ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു കുത്ത് കിട്ടും മോൻ്റെ കാലിന്, പേടിക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം 3 കുത്തുണ്ടായിരുന്നില്ലേ, ഇന്നൊരു കുത്ത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മോൻ ഒട്ടും ടെൻഷൻ ആവണ്ട എന്നൊക്കെയുള്ള കാര്യം അമ്മ ഇങ്ങനെ അവരുടെ നമ്മൾ മക്കളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഷയല്ലേ, ചെറിയൊരു വാത്സല്യമൊക്കെ നിറഞ്ഞ് അങ്ങനെയുള്ള രീതി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ എഴുന്നേറ്റ ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവൻ്റെ സ്ലീപ്പിംഗ് ബാഗൊക്കെ മാറ്റി അവൻ ആ ബെഡിൽ നിന്നൊക്കെ മാറ്റി ഒന്ന് കൊഞ്ചിക്കും കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് ചിരിയും കളിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഞാൻ എപ്പോഴും വിഷുവിന് ഈ എന്താ പറയുക ഒരു പ്ലസൻറ്റ് മൊമെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് അന്നത്തെ ഡേ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇഷു ഹാപ്പിയാണ്, ഞാനും ഭയങ്കര ഹാപ്പിയാണ്, എനിക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ. അവൻ അവന് ഇതൊക്കെ മാറ്റി ഉടനെ തന്നെ നേരെ നമ്മൾ ഹോളിലേക്ക് കൊണ്ടുപോകും. ഹോളിൽ കൊണ്ടുപോയതിന് ശേഷമാണ് അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഡേയും നൈറ്റൊക്കെ അവന് കുറച്ചെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ. ഈ ഹോളിൽ വരുമ്പോൾ ഇവിടെ ടി വി ഉണ്ട്, മറ്റൊച്ചകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആൾ കുറച്ചും കൂടെ അലേർട്ടായിട്ട് നിൽക്കും കേട്ടോ. ആളുടെ ഡ്രസ്സൊക്കെ മാറ്റിയേ. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇതാണ് ഇഷ്യൂവിന് പുറത്ത് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എന്താ പറയുക ജാക്കറ്റ്. എക്സ്പെഷ്യലി ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കേട്ടോ ഇത് ഭയങ്കര ഈസിയാണ് എന്താ പറയുക ഊരാനും ഇടാനൊക്കെ. അപ്പം നമ്മളെ മിസ്റ്റർ പരേഡ എനിക്കിപ്പോൾ അവനെ കാണുമ്പോൾ അങ്ങനെ കേട്ടോ തോന്നാറ്, ഈ ജാക്കറ്റ് ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അമ്മയാണ് അവനെ ക്യാരി ബാഗിൽ പിടിക്കാറ് എപ്പോഴും. കാറിൻ്റെ ബാക്കിലായിരിക്കും അമ്മ ഇരിക്കുക. അപ്പം അമ്മ കയറി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത്രയും ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ ഭയങ്കര തണുപ്പ്. അപ്പോൾ അമ്മ പറയുകയാണ് ഇഷുവിന് നല്ലോണം തണുക്കും, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇഷൂട്ടിനോട് വർത്താനം പറഞ്ഞ് അവനെ ഇങ്ങനെ എന്താ പറയുക ഒരു എക്സ്ട്രാ പുതപ്പും കൂടെ അവനെ പുതപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആൾക്ക് എന്തോ ഒരു ഉറക്കപ്പിച്ചുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞാണ് ഇവിടെ നിറച്ചും. ഇതിപ്പോൾ ഒരു സമയം ഒരു 10:30 ആയിട്ടുണ്ടാകും. 10:30 ആയപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 11 മിനിറ്റ് 12 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുക. ഹോസ്പിറ്റലിൽ എത്താനായി കേട്ടോ. ജസ്റ്റ് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് എത്തി. നമ്മൾ ഫാമിലി വാർഡിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്കെന്താ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ടെൻഷൻ. അമ്മയാണെങ്കിൽ അവനെ എടുത്ത് ഓടുകയാണ് കേട്ടോ. ഭയങ്കര മഞ്ഞും തണുപ്പൊക്കെയാണ്. അപ്പം അതിൻ്റെ നമ്മളെ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും പീസ്ഫുള്ളായ 2 സാധനങ്ങൾ കണ്ടു. ഒന്നൊരു ബുദ്ധൻ്റെ പ്രതിമയും, 2 ഈ കുറേ ജീവനുള്ള മീനുകളെയും. ഒരു സന്തോഷം. അപ്പം എന്തായാലും വാക്സിൻ എടുത്ത ഉടനെ തന്നെ ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആളാണെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. കുറച്ചേ പാല് കുടിച്ചുള്ളൂ. അപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഫീഡിംഗ് റൂം ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഫാമിലി വാർഡിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഫീഡിംഗ് റൂമാണ് കേട്ടോ. അപ്പം ഈ ഫീഡിംഗ് റൂമിലേക്ക് കയറിയാൽ ഒരു ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇരുന്ന് നമുക്ക് പാല് കൊടുക്കാനുള്ള ഒരു ചെറിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ എന്താ പറയുക ഭിത്തിയിലൊക്കെയുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അവിടെ ഇരുന്നിട്ട് പിന്നെ ഡയപ്പർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇഷൂട്ടിനെ ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ടോക്കൺ നമ്പർ 4 ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ എത്തിയപ്പോൾ അവിടെ 2 പോകുന്നതേ ഉള്ളൂ. അപ്പോൾ സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫീഡിംഗ് റൂമിലേക്ക് കയറി. അമ്മ അവൻ്റെ ഓരോ സാധനങ്ങൾ അതായത് ഡ്രസ്സുകളൊക്കെ ഓരോന്ന് ഊരുകയാണ്. എന്നിട്ട് ഞാൻ അവനെ ഫീഡ് ചെയ്യുകയാണ്. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് വാക്സിനേഷൻ റൂമിലേക്കാണ് കേട്ടോ. എനിക്ക് എന്തോ ഇത് പറയുമ്പോൾ തന്നെ എന്താ പറയുക ഭയങ്കര സങ്കടം വരികയാണ്. പോകുന്ന സമയത്തും ഇപ്പോൾ ഈ വോയിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സങ്കടം. ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മയുടെ കയ്യിൽ വാവേനെ കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മാറി നിന്നു. എനിക്ക് വയ്യ അവൻ്റെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചയുണ്ട് കൂടെ. നമ്മളെ ടേൺ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നെക്സ്റ്റ് നമ്മളാണ്. ഇതാണ് നമ്മുടെ ഇഷൂട്ടിൻ്റെ വാക്സിനേഷൻ കാർഡ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഇഷൂട്ടിൻ്റെ ടേണായി. അപ്പോൾ നമ്മളെ ടർക്കി ഹോസ്പിറ്റലിലെ ബെഡിൻ്റെ മുകളിൽ വിരിക്കണം. എന്നിട്ട് അമ്മ അവനെ കിടത്തി. ആ കിടത്തിയ സമയത്ത് ആൾ ഭയങ്കര ഹാപ്പി കേട്ടോ. കളിയും ചിരിയും എന്താ പറയുക
ആക്കൂ എന്നുള്ള ആ കൂക്കിംഗ് സൗണ്ടൊക്കെ അവൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നേഴ്സ് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അമ്മ വിചാരിച്ചു കയ്യിലാണ് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എന്ന്. പക്ഷെ കയ്യിലല്ലായിരുന്നു കേട്ടോ, കാലിലായിരുന്നു. അപ്പം കുറച്ചധികം, അതായത് ആ ഭാഗം മുഴുവൻ ഡ്രസ്സും ചേഞ്ച് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആൾക്കത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയെന്ന് തോന്നുന്നു. ആദ്യം ഒരു തുള്ളിമരുന്ന് തന്നെ അവൻ്റെ വായിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് അമ്മയോട് തന്നെ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ നേഴ്സ് വന്നിട്ട് വേറൊരു തുള്ളി മരുന്നും കൂടെ കൊടുത്തു കേട്ടോ. പിന്നെ വന്നിട്ടാണ് നേഴ്സ് വന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഈ തുള്ളിമരുന്ന് കുടിക്കാൻ കുറച്ച് ആൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. കുറച്ചധികം സമയമെടുത്തു. ഇപ്പം നേഴ്സ് വന്ന് വേറൊരു തുള്ളിമരുന്ന് കൊടുത്തേ. അതിന് ശേഷമാണ് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ഒന്ന് മാറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്കെന്തോ ഇഷ്യൂ വല്ലാണ്ട് വേദനിച്ച് കരയുന്നത് എനിക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ. പാവം എൻ്റെ മോൻ. ഇപ്പോൾ അവൻ കരഞ്ഞു തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നന്നായിട്ട് വേദനിച്ചു. തണുപ്പും കൂടെയല്ലേ. പിന്നെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ മാറി മാറി എടുത്ത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇച്ച വണ്ടിയായിട്ട് വന്നു കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇഞ്ചക്ഷൻ എടുത്ത് ഒരു 15 മിനിറ്റോളം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇപ്പോൾ 11:30 ആയിട്ടുണ്ടാവും. ഇപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ്. വീട്ടിലെത്തി വേഗം തന്നെ അവനെ അതേ പൊസിഷനിൽ അമ്മ പിടിച്ച്, അമ്മയ്ക്ക് ഭയങ്കര കൈ വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അമ്മ താഴെയൊന്നും വെക്കാണ്ട് അതേ പൊസിഷനിൽ അവനെ ഉറക്കിയിട്ട് കിടത്തുക കേട്ടോ ചെയ്തത്. തൊട്ടിലിൽ കിടത്തിയ കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമുക്ക് അവനെ ഒന്ന് ആട്ടിയെങ്കിലും സമാധാനിപ്പിക്കാമല്ലോ എന്ന രീതിയിൽ അങ്ങനെ അവനിങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഞരക്കവും മൂളിച്ചയൊക്കെ ഉണ്ടെങ്കിലും അവസാനം അവൻ അവിടെ കിടന്നിട്ട് കുറച്ച് നേരമെങ്കിലും ഉറങ്ങി കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. നമ്മൾ ഡ്രസ്സൊന്നും മാറ്റിയില്ല. ആളൊന്ന് ഉറങ്ങിക്കോട്ടെ, റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതേ സമയം തന്നെ വാക്സിൻ എടുത്തതിന് ശേഷം നമ്മൾ ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടർ നമുക്ക് പാരസെറ്റമോൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ട് തുള്ളിയല്ല, 5 തുള്ളി വെച്ച് 3 നേരം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവൻ്റെ വിറ്റാമിൻ D3യുടെ ടാബ്ലറ്റ് അല്ല സിറപ്പും തീർന്നിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ചു. പിന്നെ വാക്സിനേഷൻ കഴിഞ്ഞ് വന്ന എൻ്റെ ആദ്യത്തെ പരിപാടി ഇതാ ഈ തെർമോമീറ്റർ എടുത്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ഫങ്ഷനിങ് ആണോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അത് നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ എന്നൊക്കെ ഞാൻ തലേദിവസമേ ചെക്ക് ചെയ്യും. അവൻ വന്ന ഉടനെ തന്നെ ഞാൻ ഇതെടുത്ത് എന്താ പറയുക, നമുക്ക് കാണുന്ന രീതിയിലേക്ക് വെക്കും കേട്ടോ. ഇതിലെപ്പോഴും ഫാരൻഹീറ്റിലാണ് കാണിക്കുന്നത്. അപ്പം എത്രയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു 3 മണിക്കൂർ ഇടവിട്ട്. വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ ആളൊരു ചെറിയ പൂച്ചയുറക്കമായിരുന്നു. വേഗം എഴുന്നേറ്റ ഉടനെ തന്നെ നല്ല തണുപ്പായതുകൊണ്ട് അമ്മ വേഗം ഇന്നർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഇന്നർ ഇട്ട് കൊടുത്ത് ആദ്യം, അതായത് ഇന്നർ ഇട്ട് പാൻ്റൊക്കെ ഇട്ട് ലോവറൊക്കെ ഇടുന്ന സമയത്ത് ആൾക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അപ്പർ ഇന്നർ ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മുതൽ ആൾ കരയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്ത കരച്ചിലായിരുന്നു. അമ്മ ഇതാ ഈ ഒരു പൊസിഷൻ, ആ കാല് രണ്ടും അങ്ങനെ പിടിച്ച് ഈ ഒരു ഇരിപ്പിരുന്നു കേട്ടോ. ഒരു 3:30 വരെയൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നു. ലാസ്റ്റ് അവൻ കുറച്ച് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയപ്പോഴാണ് നമുക്കും എല്ലാവർക്കും ഒരു സമാധാനമായത്. എല്ലാവർക്കും മടുപ്പ് എന്നതിനേക്കാളും അവൻ കരയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടാവുമല്ലോ നമുക്ക്. അതാണ് കുറച്ചും കൂടെ ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നത്. പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക ഫീഡ് ചെയ്തതിന് ശേഷം അധികമൊന്നും പാല് കുടിക്കുന്നില്ല ആൾ. അപ്പോൾ ഞാൻ തെർമോമീറ്റർ ഒന്നും കൂടെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇഷൂറിന്, പ്രത്യേകിച്ച് തലയ്ക്കും നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ എത്രയുണ്ട് ചൂടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ എത്രമാത്രം കൂടി, പനി നല്ല കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോമീറ്റർ വെച്ച് അവനെ ഒന്ന് എന്താ പറയുക മെഷർ ചെയ്യാൻ പോവാം കേട്ടോ ടെമ്പറേച്ചർ. അപ്പം മെഷർ ചെയ്തപ്പം എത്രയാണ് കാണിക്കുന്നത്, 100.0 അല്ലെങ്കിൽ 100.1 ആണ് കാണിച്ചത്. 16 സെക്കൻഡ് നമ്മൾ ഈ കക്ഷത്തിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ റീഡിങ് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നല്ല പനിയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഇഷൂറിന് പാരസെറ്റാമോൾ എന്താ പറയുക സിറപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പം ഈ സിറപ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എന്താ പറയുക ഫില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം 5 ഡ്രോപ്സ് ആണ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ നേരെ തന്നെ പോയിട്ട് നമ്മുടെ പാരസെറ്റമോളിൻ്റെ സിറപ്പിൻ്റെ അടുപ്പ് തുറന്ന് ഫില്ലറിൽ 0.5 ഡ്രോപ്സ് ഞാനിങ്ങനെ അളന്നെടുത്തു കേട്ടോ.
എന്നിട്ട് ഇഷൂട്ടിന് കൊടുക്കുകയാണ്. ഇപ്പം നല്ല പനിയുണ്ടെങ്കിൽ 4 മണിക്കൂർ 4 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ കൊടുക്കുകയാണ്. ആക്ച്വലി ഇഷൂട്ടിന് ഈ ഒരു സിറപ്പിൻ്റെ ചുവ എന്തോ വലിയ അങ്ങോട്ട് താല്പര്യമില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്സിനേഷനെ മനസ്സിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ എടുത്ത സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. 3 ഇഞ്ചക്ഷൻ പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ആൾക്ക് ഈ ഒരു എന്താ പറയുക സിറപ്പ് കഴിക്കാനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഈ പ്രാവശ്യവും സെയിം പോലെ തന്നെ ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ മുക്കിയും മൂലയൊക്കെയാണ് കഴിച്ചത്. അമ്മ 2 കവിളും കൂട്ടിപ്പിടിച്ചു. അതുകൊണ്ട് കുറച്ചൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഫില്ലറൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അടപ്പൊക്കെ ഇട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിൽ തീർന്നില്ല. ഇങ്ങനെ എന്താ പറയുക ഒരു ഞരക്കവും മൂളുമാണ് വേദന കാരണവും എന്തൊക്കെയോ പനിയുടെയൊക്കെ അസ്വസ്ഥത കാരണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവനെ എടുത്തുകൊണ്ടേ നടക്കുകയാണ് കേട്ടോ. ടി വി ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട്. ഇഷുവിന് ഇഷ്ടമാണ് ഒച്ചയും ബഹളവും ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് കിടത്തുന്നത്. അപ്പോൾ ഫീഡ് ചെയ്തതിന് ശേഷം എനിക്ക് നന്നായിട്ട് ഗ്യാസ് തട്ടിക്കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവന് ഭയങ്കരമായിട്ട് കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷൂട്ടനെ ഇങ്ങനെ അപ്പം ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു 3/4 മണിക്കൂറോളം ഇങ്ങനെ തന്നെ നടന്നപ്പം വാവയ്ക്ക് കുറച്ച് 2, 3 ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്യാസുകളൊക്കെ പോയി. ഈ സമയം ഇഷൂട്ടൻ ചെറുതായി ടി വിയിലേക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സ്ക്രീൻ ടൈം കൊടുക്കരുതെന്നൊക്കെ വിചാരിച്ചാലും ആൾ നോക്കുന്നുണ്ട്. പുലിമുരുകനാണല്ലോ, ആരും നോക്കി പോവുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇഷൂട്ടൻ കുറച്ച് ഓക്കെ ആയി കേട്ടോ, കുറച്ച്. അപ്പോൾ അമ്മ ഇഷൂട്ടിനെ എടുത്ത് ഒന്ന് കളിപ്പിക്കുന്ന ഭാഗം കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പം ഇതൊരു 9 മണിയായിട്ടുണ്ടാവേ. പിന്നെ അങ്ങോട്ട് രാത്രി മുഴുവൻ ഇഷൂട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനും. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുകയാണ് മോൻ. അപ്പോൾ അവനെ കിടത്തി അവൻ പെട്ടെന്ന് എണീക്കുകയാണ്, വേദന കൊണ്ട് കരയൊക്കെയാണ്. അങ്ങനെ ഒരു 6 o'clock വരെ ഞാൻ ഇങ്ങനെ ഇരുന്നു. രാത്രി നല്ല പനിയുള്ളതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ ഞാൻ ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. കാരണം അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല വേദനയുണ്ടായിരുന്നു. എന്തായാലും സക്സസ്ഫുള്ളായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടി പറ്റി. അവൻ്റെ എന്താ പറയുക വേദന ഉണ്ടെങ്കിലും അവൻ്റെ നല്ല കാര്യത്തിനായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ വാക്സിനേഷൻ ഡേ കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ.